നമസ്കാരം. മഴക്കാലത്ത് ആൾക്കാർ പൊതുവെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. അലർജി. എന്താണ് അലർജി? അലർജൻ എന്ന വസ്തുക്കളോട് നമ്മളുടെ ശരീരത്തിനുണ്ടാവുന്ന അമിതമായ ഒരു പ്രതിരോധത്തെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. പൊടി, പൂമ്പൊടി, ആനിമൽസ് ഫർ, അതുപോലെ തന്നെ മരുന്നുകൾ, ചില ഭക്ഷണങ്ങൾ തുടങ്ങിയ എന്തിനും ഏതിനോടും നമ്മളുടെ ശരീരത്തിന് അലർജി ഉണ്ടാവാം. എന്താണ് ഇവയുടെ ലക്ഷണങ്ങൾ? ജലദോഷം, കണ്ണു ചൊറിച്ചിൽ, സ്കിന്നിന്റെ മേലുള്ള ചൊറിച്ചിൽ, പിന്നെ മൂക്കടപ്പ്, കഫക്കെട്ട്, ശ്വാസം തുടങ്ങി വളരെ ഗുരുതരമായ അനഫിലാക്സിസ് എന്ന ലക്ഷണം വരെ അലർജിയിൽ കാണുന്നുണ്ട്. നമ്മൾ ആലോചിക്കും, എന്തുകൊണ്ടാണ് ചിലർക്ക് അലർജി കൺട്രോൾ ആവാത്തതെന്നും ചിലർക്ക് വളരെയധികം അലർജി ഉണ്ടാവുന്നതെന്നും. അതിന് കാരണം അലർജി എന്നുള്ളത് ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അസുഖമാണ്. മാതാപിതാക്കളിൽ ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ 30 മുതൽ 50% വരെ കുട്ടികളിൽ അലർജി കാണപ്പെടുന്നു. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ 2 പേർക്ക് അലർജി ഉണ്ടെങ്കിൽ 60 മുതൽ 80% വരെ കുട്ടികളിൽ അലർജി കാണപ്പെടുന്നു. അലർജി ഉള്ളവർക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം? ആദ്യം അലർജൻ ഉണ്ടാക്കുന്ന സാധനങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്തിനോടാണ് താങ്കൾക്ക് അലർജി എന്നുള്ളത്, അതിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം. അതിന് മാസ്ക് ധരിക്കാം. അതുപോലെ അങ്ങനെയുള്ള എക്സ്പോഷർ ഒഴിവാക്കുന്ന രീതിയിൽ നമുക്ക് നിൽക്കാം. എന്നാൽ ചിലർക്ക് ഇതിലും അലർജി നിൽക്കാറില്ല. ഇതിന്റെ സിംറ്റംസ് കുറക്കാൻ വേണ്ടി കൃത്യസമയത്ത് നമ്മൾ മരുന്നെടുക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ, സിംറ്റംസ് ഇല്ലാതെ നമുക്ക് കംഫർട്ടബിളായി ജീവിക്കാൻ പറ്റും.